നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ പെൻഷൻ തുകയിൽ വർധനവൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. 3000 രൂപയാക്കുമെന്നാണ് പുതിയ സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ അത് നടപ്പിലാക്കുന്നതിന് അല്പം കൂടി കാലതാമസമെടുക്കും. ഇത് സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകി നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഗ്യാരണ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമനിർമ്മാണം, ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്ന ഏത് രീതിയിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം പെൻഷൻ പദ്ധതിയിൽ ലഭിക്കുന്ന നിരവധി അപേക്ഷകൾ പരിഗണിക്കണം, അതോടൊപ്പം തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഏകോപിച്ച് വേണം പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ. 6 മാസമൊക്കെ എടുക്കുമെന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇനി ഈ പെൻഷൻ പദ്ധതി ജൂലൈ മാസം നമുക്ക് ലഭിക്കുക 2000 രൂപ തന്നെയായിരിക്കും. പെൻഷൻ സാധാരണ ലഭിക്കുന്നത് പോലെ എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിലായിരിക്കും വിതരണം നടക്കുക. ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സഹായം ഇനി അങ്ങോട്ടുണ്ടാവില്ല. കാരണം ജൂൺ 30 വരെയായിരുന്നു സ്ത്രീ ഗുണഭോക്താക്കളോട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ചില ഗുണഭോക്താക്കളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജൂൺ മാസം 30 ആയിരുന്നു അവസാന തീയതി. ഈ സമയപരിധിയിൽ ഇനിയും പല ഗുണഭോക്താക്കളും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാത്തവർക്ക് ഇനി മുതൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ആനുകൂല്യം തടസ്സപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ അവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയും അല്ലെങ്കിൽ പഞ്ചായത്തിൽ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരം വാർത്തകൾ അറിയുന്നത് തന്നെ. പിന്നീട് എന്നാണോ കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് സമർപ്പിക്കാനുള്ളതെല്ലാം ഹാജരാക്കുന്നത്, അതിനുശേഷം മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ. എന്നാൽ അത്രയും നാൾ മുടക്കം വരുന്ന പെൻഷൻ പിന്നീട് ലഭിക്കുന്നതുമല്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന സ്കീം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പ്രതിദിനം 401 രൂപ വീതമാണ് നമുക്ക് ശമ്പളമായിട്ട് ലഭിക്കുക, പ്രതിദിന വേതനമായിട്ട് ലഭിക്കുക. 125-നടുത്ത് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പുതിയ പദ്ധതി ശ്രമിക്കുന്നത്. ഈ പദ്ധതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാൾക്കും തൊഴിൽ ആവശ്യപ്പെടുന്നതിന് വേണ്ടി, അതവരുടെ അവകാശമാണ്, അതിനുവേണ്ടി സാധിക്കുന്നതായിരിക്കും. തൊഴിൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇഷ്യൂ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ വീടിനടുത്തുള്ള, അതായത് 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെ നമുക്ക് തൊഴിൽ ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ നിലവിലുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് തുടരുകയും ചെയ്യാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെല്ലാം തന്നെ ഈ സ്കീമിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തികൾ പുതിയ സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. പുതിയ തൊഴിൽ കാർഡ്, റോസ്ഗാർ ഗ്യാരണ്ടി എന്ന് പറയുന്ന കാർഡുകളൊക്കെ വിതരണം ചെയ്യുന്നത് അല്പം കൂടി വൈകും. അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരെ പഞ്ചായത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സ്കീമുകളിലേക്കുള്ള രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി തലങ്ങളിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിലൊക്കെ ഈ പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നത്. താഴ്ന്ന വരുമാനം, ഇടത്തരം വരുമാനം, ഉയർന്ന വരുമാനം എന്നിങ്ങനെയൊക്കെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അന്വേഷിച്ചറിയുക. അതിനുശേഷം താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം.